കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ക്രിസ്തേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു നല്ല പ്രഭാതം കൂടെ, മനോഹരമേറിയ ഒരു പ്രഭാതയായി അമ്മ കൂടെ കാണുവാൻ ദൈവം നമുക്ക് സഹായിച്ചുവല്ലോ. ഇന്നലെ കണ്ടവർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളയുമ്പോൾ, രോഗം അനേകരെ താളടിയാക്കുമ്പോൾ, എൻ്റെ പ്രിയരെ, നാം ആയിരുന്ന സ്ഥാനത്തൊക്കെ ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നും അല്ല കേട്ടോ. പിന്നെയോ കർത്താവിൻ്റെ ദയവാണ്, കർത്താവിൻ്റെ കൃപയാണ്. ഇന്ന് നാം ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൃപ മാത്രമാണ്. പ്രിയ ദൈവ പൈതലെ, ഇന്ന് ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്നും ഹാഗർ ഇറങ്ങി മരുഭൂമിയിലേക്കാണ് കടന്നുപോയത്. എന്നാൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തുരുത്തിയിലെ വെള്ളവും അപ്പോൾ ഒക്കെ തീർന്നു. പ്രിയ ദൈവ പൈതലെ, എന്നാൽ കുട്ടിയുടെ മരണം കാണുവാൻ മനസ്സില്ലാതെ താൻ ഒരമ്പിമ്പാട് ദൂരത്തിൽ കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം താൻ നിലവിളിക്കാൻ തുടങ്ങി. പ്രിയ ദൈവ പൈതലെ, കുട്ടിയുടെ കരച്ചിൽ ദൈവം കണ്ടു. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നു. ഹാഗരേ, നീ നിലവിളിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. കുട്ടി കിടക്കുന്നിടത്ത് ഒരു പുതിയ നീരുറവയെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന്. പ്രിയ ദൈവ പൈതലെ, ഇന്ന് ഈ പ്രഭാതത്തിൽ വചനത്തിന് മുൻപിലായിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ജീവിതത്തിൽ സകലതും തളർന്നു പോയി, ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വയ്ക്കുവാൻ കഴിവില്ല എന്ന് ഓർത്ത് നീ ഭാരപ്പെടുകയാണോ? നിരാശയുടെ വക്കിലൂടെ നീ കടന്നു പോവുകയാണോ? യേശു കർത്താവ് ഹാഗറിൻ്റെ അരികിലേക്ക് ദൂതൻ ഇറങ്ങി വന്നതുപോലെ യേശു കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവും. നീ ഭാരപ്പെടേണ്ട, നീ അധൈര്യപ്പെടേണ്ട, തളർന്നു പോകേണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നിനക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. നീ എഴുന്നേൽക്ക്. യസ്രയോട് പറഞ്ഞ ദൈവം, യസ്രാ, നീ എഴുന്നേൽക്ക്. ഇന്ന് ഈ പ്രഭാതത്തിൽ തളർന്നു പോകരുതേ. യേശു കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് ഈ പ്രഭാതത്തെ എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.